വചനമൊഴി ജൂലൈ 10. വചനഭാഗം 2 പത്രോസ് 1:3-9, യോഹന്നാന്റെ സുവിശേഷം 6:60-63. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇത് കേട്ട് ഈശോയുടെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്കു കഴിയും? തന്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നുവെന്ന് മനസ്സിലാക്കി ഈശോ അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് ഈശോയുടെ വചനങ്ങളോടുള്ള ഒരു പ്രതികരണമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പത്തെക്കുറിച്ച്, മനുഷ്യൻ ഭക്ഷിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യേണ്ട ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം നൽകുന്ന പ്രഭാഷണമാണ് നാം കാണുന്നത്. ഈശോ പ്രഭാഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ പലരും ഇത് കഠിനമാണ്, ഇത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് പിറുപിറുക്കുകയും ചിലര് ഈശോയെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്നു. അത് കണ്ട് ഈശോ അവരോട് പറഞ്ഞു, എന്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഈശോ മിശിഹായുടെ പ്രബോധനങ്ങളും പഠിപ്പിക്കലും ഒക്കെ ആത്മാരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച്, ഈശോ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുമെന്ന് അവിടുന്ന് പറഞ്ഞത്. അവിടുന്ന് വന്ന സ്ഥലത്തെക്കുറിച്ച്, അതായത് ദൈവത്തിന്റെ സന്നിധിയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമുള്ള പഠിപ്പിക്കലുകളായിരുന്നു. ആത്മാവ് എത്തിച്ചേരേണ്ട സ്ഥലം ദൈവത്തിന്റെ സന്നിധിയാണ്, ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് യോഗ്യമാകുന്ന പ്രബോധനങ്ങളാണ് ഈശോ നൽകിയത്. അതുകൊണ്ടാണ് ഈശോയുടെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് എന്ന് പറയുന്നത്. ആത്മാവിന്റെ ജീവന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈശോ പഠിപ്പിച്ചത്. പരിശുദ്ധ കുർബാനയെ കുറിച്ച്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് താൻ എന്ന് പറഞ്ഞ് അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നിത്യജീവന് വേണ്ടിയുള്ള ആത്മീയ ഭക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിത്യം ജീവിക്കുകയില്ല. ദൈവവചനത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവവും ഭൗതിക ലക്ഷ്യം വെച്ചുള്ളത് ആയിരിക്കരുത്, ആത്മരക്ഷ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം. ആത്മാവിന്റെ ഭക്ഷണമാണ് പരിശുദ്ധ കുർബാന, വിശുദ്ധ വചനം. ആത്മാവ് നിത്യം ജീവിക്കുന്നതിന്, ആത്മാവ് അത് വന്ന ഇടമായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകുന്നതിന്, ആത്മാവും ജീവനുമായ കർത്താവിന്റെ വചനങ്ങൾ സ്വീകരിക്കുവാനും, വചനം മാംസം ധരിച്ച് അവിടുന്ന് പരിശുദ്ധ കുർബാനയായി മാറി നമുക്ക് വേണ്ടി അപ്പമായി മാറുന്നു. ദൈവവചനത്തെയും വിശുദ്ധ കുദാശകളെയും ഭൗമിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ആത്മരക്ഷയ്ക്ക് വേണ്ടി സ്വീകരിക്കുവാനാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്, ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം ചേർക്കപ്പെടും. ആത്മരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുവാനും, ആത്മരക്ഷയ്ക്ക് ഉതകുന്ന പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തെ നയിക്കുവാനും, ദൈവോന്മുഖമായി ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.